കേരളത്തിൽ പൊരിയൊക്കെ ഒരുപാട് കിട്ടുന്ന കാലാണല്ലേ ഇത്. അത് വെച്ചിട്ട് ഒരു ഉപ്പുമാവ് ഉണ്ടാക്കാം. ഇത് ഞാൻ കണ്ടുപിടിച്ച ഡിഷല്ല കേട്ടോ. കർണാടകയിലും മഹാരാഷ്ട്രയിലൊക്കെ ഫേമസ് ആയിട്ടുള്ളൊരു വിഭവമാണിത്. ഓരോരോ സ്ഥലങ്ങൾക്കനുസരിച്ച് ഇതിന് ഓരോരോ പേരുകളും ഉണ്ട്. മണ്ടക്കി ഒഗരണി, മണ്ടക്കി ഉസലി, മസാല മണ്ടക്കി, ഇങ്ങനെ പല പല പേരുകളുണ്ട് അതിന്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും സ്നാക്കായിട്ടും ഒക്കെ കഴിക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. നമസ്തേ, ഞാൻ ധന്യ. ഇത് വെജ് കേരള. എല്ലാ പുതിയ സബ്സ്ക്രൈബേഴ്സിനും വെൽക്കം. ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ആ ബെൽ ബട്ടണും ഒന്ന് അമർത്തണേ. എന്നാലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഈ റെസിപ്പിക്ക് വേണ്ടി ഞാൻ 200 ഗ്രാം പൊരി എടുത്തിട്ടുണ്ട്. 200 ഗ്രാം എന്ന് പറയുമ്പോൾ 2 വലിയ പാക്കറ്റാണേ. ഇതിന് നമുക്കൊന്നൊരു ക്വിക്കായിട്ടൊരു വാഷ് ചെയ്തെടുക്കണം. വാഷ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈപ്പ് വെള്ളത്തിൽ വാഷ് ചെയ്യരുത്. കാരണം നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിക്കുമ്പോഴേക്കും ഇത് വെള്ളത്തിന് വലിച്ചെടുക്കാനും ചുരുങ്ങാനും തുടങ്ങും. അപ്പോൾ സ്റ്റെറിലൈസ്ഡ് വാട്ടർ, തിളപ്പിച്ച് ആറിയ വെള്ളത്തിൽ വേണം ഇത് വാഷ് ചെയ്തെടുക്കാൻ. എന്നിട്ട് ഇതിലുള്ള വെള്ളം, എക്സസ് ആയിട്ടുള്ള വെള്ളം എല്ലാം സ്ക്വീസ് ചെയ്ത് കളയുക, പിഴിഞ്ഞ് കളയുക. എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇടുക. വെള്ളത്തിൽ വളരെ പെട്ടെന്നുള്ള വാഷ് കഴിഞ്ഞാൽ ഇതുപോലെ ഒട്ടിപ്പിടിക്കാതെയുള്ള വളരെ മുല്ലപ്പൂ പോലെ സോഫ്റ്റ് ആയിട്ടുള്ള പൊരി കിട്ടും നമുക്ക്. ഇനി നമുക്ക് കുക്കിംഗ് തുടങ്ങാം. അതിനുവേണ്ടി ഒരു വലിയ പാത്രം എടുത്തിട്ടുണ്ട്. ഇത് ഇളക്കാനൊക്കെ പാകത്തിനുള്ള ഒരു പാത്രം. അത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ജീരകവും ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് റോസ്റ്റഡ് ആയിട്ടുള്ള നിലക്കടല ചേർത്ത് കൊടുക്കാം. ഒരു 1/3 കപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം ഒരു 10-15 സെക്കൻഡ് നേരം. അടുത്തതായി ഇതിലേക്ക് ചേർക്കുന്നത് 3 മീഡിയം സ്പൈസി ആയിട്ടുള്ള പച്ചമുളകാണ്. വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പച്ചമുളകിന്റെ നിറം ഒന്ന് മാറി വരുമ്പോഴേക്കും ഇതിലേക്ക് മീഡിയം സൈസിലുള്ള ഒരു വല്യുള്ളി നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ വട്ടത്തിൽ അരിഞ്ഞെടുത്ത വറ്റൽമുളക് ഒരു 3 എണ്ണം അതും കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് ഉള്ളി ഒന്ന് സോഫ്റ്റ് ആകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് നിറത്തിന് വേണ്ടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രുചിക്ക് വേണ്ടി ഒരു 1/4 ടീസ്പൂൺ കായത്തിന്റെ പൊടിയും ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് ചെറു തീയിലിട്ട്, ഏറ്റവും ചെറിയ തീയിലിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. മഞ്ഞളിന്റെ പച്ചമണം മാറുന്നത് വരെ. തീ കുറച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മഞ്ഞളും കായവും എളുപ്പത്തിൽ കരിഞ്ഞു പോകും. അതുകൊണ്ടാണ്. ഇനി ഇതിലേക്ക് ഈ മസാലയ്ക്ക് വേണ്ടി മാത്രം, പൊരിയിൽ ഓൾറെഡി ചെറുതായിട്ടുള്ള ഉപ്പ് ഉണ്ടാവും. ഇപ്പം മസാലയ്ക്ക് വേണ്ടി മാത്രം ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരല്പം ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. വറ്റൽമുളകും കറിവേപ്പിലയും ഒക്കെ പിന്നീടായിട്ട് ഇടുന്നത് അതിൻ്റെ നിറം മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യമേ ഇട്ട് കഴിഞ്ഞാൽ അത് ഈ ഡിഷ് ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും അതിൻ്റെ നിറം കറുത്തു പോകും. ഇനി നമുക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച മണ്ടക്കി എന്ന് പറഞ്ഞാൽ പൊരി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് 2 ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കാനുണ്ട്. നമുക്കത് പ്രിപ്പയർ ചെയ്യാം. നമുക്ക് കടകളിലൊക്കെ കിട്ടുന്ന പൊട്ടുകടലയില്ലേ, അത് ഒരു 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ എടുക്കാം. ഞാനിവിടെ 3 എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ശർക്കരപ്പൊടി 1 ടേബിൾ സ്പൂൺ എടുക്കാം. ശർക്കര ചീകിയതും ആവാം. ഇത് രണ്ടും മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒരു ചെറിയ തരിതരിപ്പോടെ പൊടിച്ചെടുക്കാം. ഇതുപോലെ. ഈ ഒരു സ്റ്റെപ്പ് കുക്കിംഗ് തുടങ്ങുന്നതിന് മുന്നേ ചെയ്തു വെക്കാം കേട്ടോ. ഞാൻ ഓർത്ത് വെക്കാൻ പാകത്തിന് ഇപ്പോൾ കാണിച്ചെന്നേ ഉള്ളൂ. നമ്മൾ ഈ പൊടിച്ചെടുത്ത പൊടി മുഴുവനായും പഫ്ഡ് റൈസിൻ്റെ കൂടെ, പാനിലുള്ള പഫ്ഡ് റൈസിൻ്റെ കൂടെ, പൊരിയുടെ കൂടെ ചേർത്ത് കൊടുക്കാം. അടുത്ത ചേരുവ ചേർക്കുന്നതിന് മുന്നേ ഒന്ന് ചെറുതായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി നമ്മൾ ചേർക്കുന്നത് വാളൻ പുളിയുടെ പൾപ്പാണ്. അതൊരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. കൺസിസ്റ്റൻസി ശ്രദ്ധിക്കണേ. കൂടെ തന്നെ ഒരു പിടി അരിഞ്ഞു വെച്ച മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനിയൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കുക്കിംഗ് പ്രോസസ്സ് കഴിഞ്ഞു. പക്ഷെ ഇനി 2 ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കാനുണ്ട്. ഈ റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നത്
ഹസ്ബൻഡിൻ്റെ സിസ്റ്ററാണ് ഗീത ചേച്ചി. ഗീത ചേച്ചിക്ക് വലിയൊരു താങ്ക്സ് പറയുന്നു ഇത്രയും നല്ലൊരു ഡിഷ് പറഞ്ഞു തന്നതിന്. ഇതിൽ മഞ്ഞ നിറം ബ്രൈറ്റ് ആയിട്ട് വരാൻ കുറച്ച് ടൈം എടുക്കും. കാരണം നമ്മൾ ഇതിൽ തിളപ്പിക്കുന്ന ഒന്നും ഇല്ലല്ലോ, ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ കുറച്ച് ഇരിക്കുകയാണ്, പോകെയാണ് അതിൽ മഞ്ഞയൊന്ന് ബ്രൈറ്റ് ആയിട്ട് വരും. കുറച്ചുകൂടി പുളിപ്പ് വേണമെന്നുള്ളവർക്ക് ചെറുനാരങ്ങയും കൂടി സ്ക്വീസ് ചെയ്തിട്ട് കഴിക്കാം കേട്ടോ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് തേങ്ങ, ചിരകിയെടുത്ത തേങ്ങ, ഫ്രഷ്ലി ചിരകിയെടുത്ത തേങ്ങയും കൂടി ചേർത്ത് കഴിക്കാം. അപ്പോൾ നമ്മുടെ പൊരി ഉപ്പുമാവ് മണ്ടക്കി ഒഗരണെ ഇവിടെ റെഡിയാണ്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഏത് നേരം വേണമെങ്കിലും കഴിക്കാം, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഈവനിങ് സ്നാക്കായിട്ടും ഒക്കെ കഴിക്കാം. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയൂ കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ധന്യ ഫ്രം വെജ് കേരള. ബൈ.